ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇത് മെയിനായിട്ട് വേണ്ടത് പനിക്കൂർക്കയാണ്. പിന്നെ ഞാൻ കുറച്ച് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പനിക്കൂർക്കയും കറ്റാർവാഴയും നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ല ഇലകൾ നോക്കി എടുക്കണം പനിക്കൂർക്കയുടെ. ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ആദ്യം തന്നെ സോപ്പ് പീസ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പെട്ടെന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കണം. അതിന് മീതെ വേറൊരു പാനും കൂടി വെക്കണം. ആ പാനിലേക്കാണ് ചെറുതായിട്ട് അരിഞ്ഞ സോപ്പ് പീസ് ഇടേണ്ടത്. ഇങ്ങനെയാണ് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. 1/2 കിലോ സോപ്പ് ബേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറ്റാർവാഴയുടെ അരികത്തുള്ള മുള്ളുകളെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പനിക്കൂർക്കയുടെ ഇലകൾ മാത്രം അടർത്തിയെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് സോപ്പ് പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയം കൊണ്ട് പനിക്കൂർക്കയും കറ്റാർവാഴയും മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഓരോ ടീസ്പൂൺ വീതം കോക്കനട്ട് ഓയിൽ, ഗ്ലിസറിൻ, റോസ് വാട്ടർ, കളറിന് വേണ്ടി കുറച്ച് ഫുഡ് കളർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് സോപ്പ് ബേസ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് പനിക്കൂർക്കയും കറ്റാർവാഴയൊക്കെ മിക്സ് ചെയ്ത മിശ്രിതം ആഡ് ചെയ്യാം. ഇത് തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മണത്തിന് വേണ്ടി 10 തുള്ളി എസൻഷ്യൽ ഓയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഇനി ഇത് മോൾഡിലേക്ക് മാറ്റാം. മോൾഡ് ഇല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പാത്രങ്ങൾ എടുത്താൽ മതി. പ്ലാസ്റ്റിക് എടുക്കരുതും. അതിലേക്ക് എണ്ണ തടവിയ ശേഷം വേണം ഒഴിക്കാൻ. മോൾഡ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇത് ഞാനിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കിയത്. പിറ്റേ ദിവസം രാവിലെയാണ് ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്നത്. 1/2 കിലോ സോപ്പ് പീസ് കൊണ്ട് എനിക്ക് 6 സോപ്പാണ് കിട്ടിയിരിക്കുന്നത്. സോപ്പ് പീസ് മേടിക്കാൻ നേരത്ത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിക്കണം. 4 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റാക്കിയിട്ട് ഞാനിത് ഇപ്പോൾ രാവിലെയാണ് എടുക്കുന്നത്. പനിക്കൂർക്കയുടെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഞാനിതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇതിലേക്ക് കളർ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഇഷ്ടം കളറും മണവും ആണല്ലോ. ഞാനിപ്പോൾ സോപ്പ് എല്ലാം മോൾഡിൽ നിന്നും എടുത്തിട്ടുണ്ട്. 6 സോപ്പാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമുള്ള സോപ്പെല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് ഒരു സോപ്പ് പോലും മേടിക്കാറില്ല. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.